ഈ ഒരു ഔട്ട്പുട്ട്, അതായത് ഇത് ഫുൾ റെൻഡേർഡ് അല്ല, എന്നാലും ഈ ഒരു രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഞാൻ ഡിസ്പ്ലേസ്മെൻ്റ് എല്ലാം കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് സിസ്റ്റം ഹാങ് ആവാതിരിക്കാൻ. അതുകൊണ്ട് ഈ ഒരു ലെവലിലുള്ള ഒരു ഓഷൻ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓഷൻ നമുക്ക് എങ്ങനെ ഹുഡിനിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹുഡിനിയിൽ ഒരു ഓഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജിയോമെട്രി വേണം. ജിയോമെട്രി എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, ഒരു വട്ടം ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജിയോമെട്രി. അപ്പോൾ ഈ ജിയോമെട്രിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അകത്ത് ഞാനൊരു ഗ്രിഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, GRID. ഓക്കെ, ഗ്രിഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തൊരു ഗ്രിഡ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഗ്രിഡിൻ്റെ അകത്ത് നമുക്ക് ഗ്രിഡിൻ്റെ റോസ് ആൻഡ് കോളംസ് നമുക്കൊരു 150 × 150 കൊടുക്കാം. കാരണം ചിലപ്പോൾ അത് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം എത്രത്തോളം പെർഫോമൻസ് ഉണ്ട് അതിനനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഗ്രിഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രിഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓഷ്യൻ്റെ നോട്ട്സ് ആണ്. സോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് OCEA എന്നടിക്കുമ്പോൾ ഓഷ്യൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ കാണിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഓഷ്യൻ്റെ അകത്ത് എല്ലാം വേണ്ട, നമുക്ക് ഓഷ്യൻ സ്പെക്ട്രവും പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓഷ്യൻ ഇവാലുവേറ്റ്, ഇത് രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ രണ്ടും, ഈ സ്പെക്ട്രവും ഗ്രിഡും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. റിക്വയർഡ് ജിയോമെട്രി, റിക്വയർഡ് ഓഷ്യൻ സ്പെക്ട്രം. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ റിയൽ ടൈം ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇതിങ്ങനെ പ്ലേ ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഓഷ്യൻ സ്പെക്ട്രത്തിലാണ്. സ്പെക്ട്രം ക്ലിക്ക് ചെയ്യുന്നു, ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ കുറയാനുള്ള ചാൻസ് ഉണ്ട്, ഇപ്പം കൂട്ടാം. ഓക്കെ, ഇതൊക്കെയാണ്. അതുപോലെ ഗ്ലോബൽ ഗ്രിഡ് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള കാര്യം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പ്ലേ ചെയ്യുമ്പം അതും പ്ലേ ആവും. അതുപോലെ തന്നെ ഗ്രാവിറ്റി നമ്മളൊന്നും ചെയ്യുന്നില്ല, ടൈം സ്കെയിലും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചോപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിപ്പം 0.7 ആണ്. നമുക്കതിനെ ഒന്ന് കുറച്ച് നോക്കാം, 0.5 ആക്കി നോക്കാം. അപ്പോൾ ഒരു വേവിൻ്റെ ഒരു സംഭവം കുറച്ച് സ്ലോയിൽ പോകും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇതിലോട്ട് വന്നു. ഗ്രിഡ് സൈസ് 52 ആണ്. ഞാൻ ആ ഗ്രിഡ് സൈസിനെ നല്ലവണ്ണം കുറയ്ക്കാം. ഓക്കെ, ഇത് ഇനഫാണ് എനിക്ക്. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വേവിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ട്വീക്ക് ചെയ്യാം. നിങ്ങളെല്ലാം ട്വീക്ക് ചെയ്ത് നോക്കുക. ഡയറക്ഷൻ്റെ സ്പീഡൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വരും. ഞാനിപ്പോൾ അത്യാവശ്യം സ്പീഡ് മാത്രം എനിക്ക് മതിയാവും. ഓക്കെ, അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തിറങ്ങുക. ഇനി ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇപ്പം ആ ഒരു വേവ്സ് മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഒരു ജിയോമെട്രിയും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഒരു ജിയോമെട്രി നമുക്കൊരു കാര്യം ചെയ്യാം, താഴെ വയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റായിട്ട് വയ്ക്കാം. അപ്പോൾ അതിന് നമുക്ക് സർഫസ് എന്ന് കൊടുക്കാം. സർഫസ് എന്നോ അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, പ്ലേസ്മെൻ്റ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പ്ലേസ്മെൻ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഗ്രിഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഗ്രിഡിൻ്റെ അകത്ത് റോസ് നമുക്ക് വലുതായിട്ട് കൊടുക്കണ്ട, 2x2 കൊടുത്താൽ മതിയാവും. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ പുറത്തിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്ന ഒരു ഫീൽ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ഒന്നുമില്ല, അത് പ്ലേസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വോളിയം ക്രിയേറ്റ് ചെയ്യാം. വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. Ctrl+C then Ctrl+V ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിതിന് വോളിയം ഒന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇതിന് വോളിയം ഒന്ന് പേര് കൊടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു വോളിയമാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോളിഗൺ എക്സ്ട്രൂഡ് കൊടുക്കുക. പോളിഗൺ എക്സ്ട്രൂഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് നമുക്ക് താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, ഇത് ഇനഫാണ്. എന്താണ് ഒരു ബോക്സ് പോലെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൽ ഒരു സർഫസും അതുപോലെ തന്നെ ഒരു വോളിയം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സർഫസ് എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, സർഫസും ടൈപ്പ് ചെയ്ത് ഇതിന് വോളിയം ടൈപ്പ് ചെയ്ത് ഇത് ജോമെട്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോമെട്രിയും സർഫസും എല്ലാം ആയിട്ടുണ്ട്. ഇത് മൂന്നും കാണണമെന്നുണ്ടെങ്കിൽ മൂന്നും ക്ലിക്ക് ചെയ്യുക. ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇത്
ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്തിട്ട് ജോമെട്രി കയറുന്നു, ഓഷനിൽ കയറുന്നു, ആംപ്ലിറ്റ്യൂഡ് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്പേസ് കുറയ്ക്കാം. വീണ്ടും ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം റെസൊല്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളും വിൻഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എനിക്കിപ്പോൾ മതി, ഞാൻ തിരിച്ചിറങ്ങുന്നു. ഇത് ഇനഫാണ്. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം എനിക്കിത് കാണാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ടെക്സ്ചറിനെ കുറിച്ച് ചിന്തിക്കാം. ടെക്സ്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഒരു ക്യാമറ ആഡ് ചെയ്യാം. ക്യാമറ. ഓക്കെ, ക്യാമറ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ക്യാമറ. ഓക്കെ, അപ്പോൾ ക്യാമറ എന്ത് ചെയ്യുക, ക്യാമറ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോ ക്യാമറ മാറ്റിയിട്ട് ഇത് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാമറയിലേക്ക് വന്നു. ക്യാമറ നിങ്ങൾ ലോക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ലോക്ക് ക്യാമറ, ലൈറ്റ് കൺട്രോൾ ടു വ്യൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് വീണ്ടും പുറത്ത് വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ക്യാമറ എടുക്കുക, അതിനൊന്ന് ലോക്ക് ചെയ്യുക. ഓക്കെ, ലോക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഇല്ല. സെലക്ട് ചെയ്യുക, ലോക്ക്, ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ലോക്കാണ്. കണ്ടോ, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രശ്നമില്ല. അല്ലെങ്കിൽ അത് ക്യാമറയ്ക്കകത്ത് നിൽക്കാതെ ക്യാമറ എന്നത് ജമ്പായി പോകും. ഓക്കെ, സോ ഇവിടെ ഞാൻ ക്യാമറയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ജസ്റ്റ് പ്ലേ ചെയ്തു. ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ടെക്സ്ചർ കൊടുക്കാം. ടെക്സ്ചർ കൊടുക്കുന്നതിന് മുന്നേ ഡയറക്റ്റായിട്ട് നമ്മൾ പിന്നെ അത് ടെക്സ്ചർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് റെൻഡർ ഉണ്ട്. കണ്ടോ, റെൻഡറിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് ടെക്സ്ചർ കൊടുക്കാം. കാരണം മെറ്റീരിയൽ ഉണ്ടല്ലോ എൻ്റെ അകത്ത്. ഇവിടെ സെലക്ട് ചെയ്യുക, ഒരു മെറ്റീരിയൽ എടുക്കുന്നു. മെറ്റീരിയൽ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ഓഷൻ സർഫസ്, അതുപോലെ ഓഷൻ വോളിയം, രണ്ട് മെറ്റീരിയൽസും നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സർഫസും വോളിയും. സർഫസിൽ ക്ലിക്ക് ചെയ്തിട്ട് റെൻഡർ എടുക്കുക. മെറ്റീരിയൽ ഏതാണ് ക്ലിക്ക് ചെയ്യുക, സർഫസ് അല്ലേ, സർഫസിന് സർഫസ് അക്സെപ്റ്റ്. വോളിയം ആണെന്നുണ്ടെങ്കിൽ റെൻഡറിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക, ദെൻ വോളിയം അക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെൻഡറിൻ്റെ അകത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, സീൻ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് റെൻഡറിങ് സ്റ്റോപ്പ് ചെയ്യാം. കാരണം നമുക്കറിയാം ഇതിൻ്റെ അകത്തൊരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ ഫീലും കാര്യങ്ങളും ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം, സീൻ വ്യൂവിൽ പോവാം. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി സംഭവങ്ങൾ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ജോമെട്രിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു നോഡ് ആഡ് ചെയ്യാം. ഓക്കെ, ബ്ലാസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനെ ഡയറക്റ്റ് എടുത്ത് ബ്ലാസ്റ്റിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് നോൺ സെലക്റ്റഡിൽ ക്ലിക്ക് ചെയ്യുക, ബ്ലാസ്റ്റ് ഒന്ന് ഓണാക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ബ്ലാസ്റ്റിൻ്റെ അകത്ത് ക്യാമറ ലോക്ക്ഡ് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഞാനൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങി. എന്നിട്ട് നമുക്കൊരു എൻവയോൺമെൻറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഒരു ലൈറ്റ്, എൻവയോൺമെൻറ്റ് ലൈറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എൻവയോൺമെൻറ്റ് മാപ്പ് ഇതിൻ്റെ അത് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേറെ ഒന്നുമില്ല, നമുക്ക് പുറത്ത് നിന്ന് ഒരു HDR എടുത്താൽ മതി. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് HDR ഞാൻ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഓക്കെ ഈ ഒരു ഫീല് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, കാരണം ഞാനിപ്പോൾ ഇത് ബ്ലാസ്റ്റ് ഓൺ ആക്കിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. സോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്ലാസ്റ്റിനെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്നിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് റെൻഡർ പറ്റത്തില്ല, ഇത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ജോമെട്രിക്കകത്ത് ഈ ബ്ലാസ്റ്റ് എന്നുള്ള സംഭവം ഇങ്ങനെ കിടക്കുകയാണ്. ബ്ലാസ്റ്റിനെ എടുത്തിട്ട് ഞാൻ ബ്ലാസ്റ്റിൽ കണക്ട് ചെയ്തു. ഓക്കെ, ബ്ലാസ്റ്റിൻ്റെ അകത്ത് ഇതാ ഡിലീറ്റ് നോൺ സെലക്റ്റഡ് എന്ന് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഫയൽ ക്യാഷ് എന്ന് പറഞ്ഞൊരു നോഡുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ലോഡ് ഫ്രം ഡിസ്ക്, അതുപോലെ കൺസ്ട്രക്റ്റഡ് ആണ് ഫയൽ പാത്ത്, അത്
എക്സ്പ്ലിസിറ്റ് ആക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് $HIP ജോമെട്രി $HIP നെയിം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ മാറ്റിയിട്ട് HIP നെയിമിനെ ഞാൻ മാറ്റിയിട്ട് OS സ്ലാഷ് അടിച്ചു കൊടുക്കുക. ഓക്കെ, സ്ലാഷ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ നെയിം ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോമെട്രി ഫയൽ നമുക്ക് ക്യാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഫയൽ സേവ് ടു ഡിസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫയൽ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷിലേക്ക് ഈ ഒരു ഫയൽ ജനറേറ്റ് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ക്യാഷ് ഓൾറെഡി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിലോട്ട് ജനറേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫയൽ ക്യാഷ് എന്ന് പറഞ്ഞ സംഭവം. ക്യാഷിങ്, ഷെഡ്യൂളിങ്, സേവ്, അങ്ങനെയുള്ള പല പല ഓപ്ഷൻസാണ് നമുക്ക് ഈ ഒരു സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സേവ്, ലോഡ്, സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ പാത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എനിക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ജോമെട്രി ഫയലിനെ കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കോപ്പി പാരാമീറ്റർ. അപ്പോൾ ഈ പാരാമീറ്റർ കറക്റ്റ് ആയിരിക്കണം, അതൊരു കാര്യം. അതിന് മുന്നേ ബ്ലാസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് സ്പെക്ട്ര എന്ന് പറഞ്ഞ സംഭവം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാസ്റ്റിൻ്റെ അകത്ത് സ്പെക്ട്ര ആഡ് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ പോലെ ഒന്നും കൂടി ഇത് കോപ്പി ചെയ്യാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി പാരാമീറ്റർ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് കോപ്പി ചെയ്യുന്നു പാരാമീറ്റർ. ഓക്കെ, പാരാമീറ്റർ കോപ്പി ചെയ്തിട്ട് നമ്മൾ എവിടേക്കാണ് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ട മെയിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്ചേഴ്സിലാണ്. സോ നമ്മൾ ഓൾറെഡി ഇവിടെ അത് ടെക്സ്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് ടെക്സ്ചർ? നമ്മുടെ ടെക്സ്ചർ മാറ്റ് അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ അകത്ത്, മെറ്റീരിയൽ പാലറ്റിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. അതിലേക്ക് നമ്മൾ ഇതിന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് റിലേറ്റീവ് റെഫറൻസ്. ഓക്കെ, ഇതിൽ സെലക്ട് ചെയ്യുക, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് റിലേറ്റീവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടി നമ്മൾ ചെയ്യുക. സർഫസിൻ്റെ അകത്ത് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. മെറ്റീരിയൽ ഷെയ്ഡർ തന്നെയാണ്, വോളിയമിൻ്റെ അകത്ത് വോളിയം ഷെയ്ഡർ തന്നെയാണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് കിട്ടും.